welcome to a new session of geography. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സീസണൽ ചേഞ്ച് ആൻഡ് വാട്ട് ആർ ദ കോസസ് ഓഫ് സീസണൽ ചേഞ്ച്. സീസണൽ ചേഞ്ച് ഉണ്ടാകാനുള്ള കാരണങ്ങൾ മൂന്നെണ്ണം. ഫസ്റ്റ് വൺ റവല്യൂഷൻ, സെക്കൻഡ് വൺ പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്, ആൻഡ് ദ തേർഡ് വൺ ദാറ്റ് ഈസ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. ഇനി ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ മൂന്നാമത്തെ റീസൺ ആണ്, മൂന്നാമത്തെ കോസാണ് apparent movement of the sun. Apparent movement of the sun. Apparent movement of the sun. So what do you mean by apparent movement of the sun? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. The shifting position of the sun in between Tropic of Cancer and Tropic of Capricorn. നമുക്കതൊരു പിക്ചറൈസ്ഡായിട്ട് നമുക്കൊന്ന് അനാലിസ് ചെയ്യാം. Look at here. Imagine this is the world map. Imagine ചെയ്താൽ ഇതിൽ ഡയറക്ഷൻ ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത് ആൻഡ് സൗത്ത്. The imaginary lines joining east-west direction is known as latitude. The 0-degree latitude is known as equator. The equator divides the total Earth into two hemispheres, northern hemisphere and southern hemisphere. പരമാവധി ഇങ്ങോട്ട് 1 2 3 4 അങ്ങനെ പോയി 90 ഡിഗ്രി നോർത്ത് ആൻഡ് ഹിയർ 90 ഡിഗ്രി സൗത്ത്. The 23.5 degree north latitude is known as Tropic of Cancer, and 23.5 degree south latitude is known as Tropic of Capricorn. അപ്പോൾ നമ്മൾ പറഞ്ഞു apparent movement of the sun എന്ന് പറഞ്ഞാൽ the changing position of the sun or the shifting position of the sun in between Tropic of Cancer to Tropic of Capricorn. ഈ Tropic of Cancerന്റെയും Tropic of Capricornന്റെയും ഇടയിലുള്ള സണ്ണിന്റെ ചേഞ്ച്, ആ റിലേറ്റീവ് പൊസിഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് എന്തെന്ന് പറഞ്ഞാൽ apparent movement of the sun എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെയും ഇടയിലുള്ള പൊസിഷൻ. ഇത് ഏത് കാലത്താണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ മുകളിൽ വരുന്നത്, ഏത് കാലത്താണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന് മുകളിൽ വരുന്നത്, ഏത് കാലത്താണ് ഇക്വേറ്ററിന്റെ മുകളിൽ വരുന്നത് എന്നൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ആ ഒരു ഏരിയയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് 2 ദിവസങ്ങൾ നോക്കാം. ഇവിടെ നോക്കാം. March 21st and September 23rd. Both these days are known as equinoxes. Equinoxes, yes, last. So March 21st and September 23rd is known as equinoxes. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ the position of the sun is vertically above the equator. സണ്ണിന്റെ പൊസിഷനെ ഇക്വേറ്ററിന് നേരെ മുകളിലായി. അതായത് സൺ ഈസ്റ്റിൽ നിന്ന് റൈസ് ചെയ്ത് ഉദിച്ച് ഇക്വേറ്ററിന് നേരെ മുകളിലൂടെ കടന്നുപോയി അസ്തമിക്കുന്ന ദിവസങ്ങൾ കൊല്ലത്തിൽ പോകും 2 ദിവസം. മാർച്ച് 21st സെപ്റ്റംബർ 23rd ആ 2 ദിവസങ്ങൾ. ആ ദിവസങ്ങൾക്ക് പറയുന്ന പേരാണ് ഇക്വിനോക്സിസ്. ഈ ദിവസത്തിന്റെ പ്രത്യേകത, 2 പ്രത്യേകത, ഒറ്റ പ്രത്യേകത വെച്ചാൽ നിങ്ങൾ ഒന്ന്, കാരണം ഇത് ലോകത്തിന്റെ അല്ലെങ്കിൽ ദ ഗ്ലോബിന്റെ ഇൻ ദ വേൾഡിന്റെ മിഡ് പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈക്വൽ എമൗണ്ട് ഓഫ് ഡേ ആൻഡ് നൈറ്റ് ഇൻ ബോത്ത് ഹെമിസ്ഫിയേഴ്സ്. 2 ഹെമിസ്ഫിയറിലും ഡേയും നൈറ്റും തുല്യമായിരിക്കും. ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ത്രൂ ഔട്ട് ദ വേൾഡ്. അതാണ് ഫസ്റ്റ് ഇക്വിനോക്സിന്റെ പ്രത്യേകത. സോ equinoxes, which are the 2 days of equinoxes?
March 21st and September 23rd. What about the position of the sun? Vertically above the equator. And what about the peculiarity? Peculiarity, that is equal amount of day and night throughout the world. Throughout the world. ലോകം മുഴുവനും ഡേയും നൈറ്റും ഈക്വൽ ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ഇനി നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം മാർച്ച് 21 നമുക്ക് തുടങ്ങാം. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു റൂട്ട് എങ്ങനെ നമുക്ക് പരിശോധിക്കാം. മാർച്ച് 21 സൺ എവിടെയുണ്ട്? ഇക്വേറ്ററിന് നേരെ മുകളിലുണ്ട്. തൊട്ടടുത്ത ദിവസം മാർച്ച് 22 മുതൽ സണ്ണിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യും? ചെറുതായിട്ട് നോർത്ത് ഹെമിസ്ഫിയറിലേക്ക് തെല്ലി അങ്ങനെ തെല്ലി മുകളിലേക്ക് പോയി 3 മാസങ്ങൾക്ക് ശേഷം സണ്ണിൻ്റെ പൊസിഷൻ ഇറ്റ് വിൽ ബി വെർട്ടിക്കലി എബവ് ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. 3 മാസങ്ങൾക്ക് ശേഷം മാർച്ച് 21, ഏപ്രിൽ, മെയ്, ജൂൺ 21 the position of the sun is in vertically above tropic of Cancer in June 21st. That is known as summer solstice. That is known as summer solstice. ആ ദിവസത്തിന് പറയുന്ന പേരാണ് summer solstice. So what about the summer solstice? June 21st. What about the position of the sun? Vertically above the equator, vertically above the tropic of Cancer. അങ്ങനെയാണെങ്കിൽ ആ ദിവസം ഏറ്റവും കൂടുതൽ സൺലൈറ്റ് റിസീവ് ചെയ്യുന്നത് നോർത്തേൺ ഹെമിസ്ഫിയർ ആണോ സദർൻ ഹെമിസ്ഫിയർ ആണോ? നോർത്തേൺ ഹെമിസ്ഫിയർ. എന്താ കാരണം? നോർത്തേൺ ഹെമിസ്ഫിയറിലെ പരമാവധി കയറി വരാൻ പറ്റുന്നതിന്റെ മാക്സിമത്തിൽ സണ്ണ് കയറി വന്നിട്ടുണ്ട്. സോ ഈ 2 ദിവസത്തിന്റെ 2 പ്രത്യേകത പെക്യൂലിയാരിറ്റി ഫീച്ചർ എന്ന് പറഞ്ഞാൽ ലോങ്സ്റ്റ് ഡേ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. Second one, longest night in southern hemisphere. Longest day in northern hemisphere and longest night in southern hemisphere. So what about the summer solstice? June 21st. The position of the sun vertically above the tropic of Cancer. What about the 2 peculiarity? Longest day in northern hemisphere and the longest night in southern hemisphere. ഇനി ജൂൺ 21 ശേഷം തൊട്ടടുത്ത ദിവസം June 22 മുതൽ the position of the sun began to shift towards the equator. ഇക്വേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ എത്ര മാസങ്ങൾക്ക് ശേഷമായിരിക്കും ഇക്വേറ്ററിന്റെ മുകളിലേക്ക് തിരിച്ചെത്തുക? 3 months. 3 മാസങ്ങൾക്ക് ശേഷം. ജൂൺ ആണ്. ഓഗസ്റ്റ്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. സെപ്റ്റംബർ 23rd. ഇവിടെ പറഞ്ഞതാണ്. September 23rd. The position of the sun will be above, vertically above the equator. That day is known as equinoxes, equal day and night in both hemispheres. ഇനി ഇവിടെ നോക്കുക, നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് എത്ര കാലമായി? മാർച്ച് 21 തുടങ്ങിയ യാത്ര സെപ്റ്റംബർ 23rd ആയി. ഒന്ന് കൂട്ടി നോക്കി. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. 6 മാസമായി. ഈ 6 മാസം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന്റെ പകുതിയാണ്. അപ്പോൾ ഒരു വർഷത്തിന്റെ പകുതി സണ്ണിന്റെ പൊസിഷൻ ഏത് ഹെമിസ്ഫിയറിന്റെ മുകളിലാണ്? നോർത്തേൺ ഹെമിസ്ഫിയർ. ആൻഡ് വാട്ട് വിൽ ബി ദ പൊസിഷൻ ഓഫ് ദ സൺ ഓൺ ദ റെസ്റ്റ് ഓഫ് ഹാഫ് ഇയർ? സദർൻ ഹെമിസ്ഫിയർ. ഒരു വർഷം പകുതി നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ മുകളിലും മറ്റു പകുതി സദർൻ ഹെമിസ്ഫിയറിന്റെ മുകളിലാണ്. 23rd of സെപ്റ്റംബറിന് ശേഷം the position of the sun will be shifting towards the southern hemisphere and it will be above tropic of Capricorn after how many months? 3 മാസം. September 23rd. October, November, December. On December 22nd, the position of the sun will be above tropic of Capricorn. December 22nd, position of the sun will become position of the sun tropic of Capricorn ന്റെ നേരെ മുകളിലെത്തും. ഈ ദിവസം ഏതാണ്? ഡിസംബർ 22nd, and this is known as winter solstice. Winter solstice. So what about the winter solstice? December 22nd. And what about the position of the sun? Vertically above tropic of Capricorn.
അങ്ങനെയാണെങ്കിൽ ആ ദിവസത്തിന് രണ്ട് ഫീച്ചേഴ്സ് എന്തായിരിക്കും? പെക്യുലാരിറ്റി. ലോങ്സ്റ്റ് ഡേ ഇൻ സദേൺ ഹെമിസ്ഫിയർ, സദേൺ ഹെമിസ്ഫിയറിലെ ഏറ്റവും ദൈർഘ്യമേറിയ നീളം കൂടിയ പകൽ. ആൻഡ് ലോങ്സ്റ്റ് നൈറ്റ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ, നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഏറ്റവും വലിയ ദൈർഘ്യമേറിയ രാത്രി. ഓക്കെ, അപ്പോൾ ഡിസംബർ 22 ശേഷം വീണ്ടും എന്ത് ചെയ്യും? The position of the sun will shift towards the equator. 3 മാസങ്ങൾക്ക് ശേഷം ജനുവരി, ഫെബ്രുവരി, മാർച്ച് 21 സണ്ണിന്റെ പൊസിഷൻ വീണ്ടും ഇക്വേറ്ററിന് മുകളിലേക്ക് എത്തി. മാർച്ച് 21 തുടങ്ങി മാർച്ച് 21 എന്ത് ചെയ്തു? അപ്പോഴേക്കും ഒരു വർഷം കഴിഞ്ഞു, കലണ്ടർ മാറി. ഇങ്ങനെയാണ്, ഇതാണ് പ്രോസസ് ഓഫ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രോസസ് ഓഫ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ഓർക്കേണ്ടത് 3 തരത്തിലുള്ള ദിവസങ്ങളാണ്. അതിലൊന്നാണ് ഇക്വനോക്സിസ്. ഏതൊക്കെയാണ് 2 ദിവസങ്ങൾ? മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23. What about the position of the sun vertically above the equator? What about the feature? Equal amount of day and night in both hemispheres. Then second one, June 21st. That is summer solstice. The position of the sun is vertically above the Tropic of Cancer. And the couple of peculiarities: longest day in northern hemisphere and the longest night in southern hemisphere. And the third one, that is December 22nd. That day is known as winter solstice. What about the position of the sun? Is vertically above the Tropic of Capricorn. And what about the 2 peculiarity? Longest day in southern hemisphere and the longest night in northern hemisphere. ഇത്രയും കാര്യങ്ങൾ എല്ലാ വർഷവും നമ്മുടെ ഫസ്റ്റ് ടേമിൽ എക്സാമിനേഷൻ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കാണാറുണ്ട്. ചിലപ്പോൾ പല രീതിയിൽ ചോദിക്കാം. ഒരു പക്ഷേ എക്സ്പ്ലെയിൻ ദ ഫിനോമിനൻ ഓഫ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറഞ്ഞ് കാണാറുണ്ട്. അല്ലെങ്കിൽ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് മാർച്ച് 21, സെപ്റ്റംബർ 23, ജൂൺ 21 ആൻഡ് ഡിസംബർ 22. അല്ലെങ്കിൽ സബ്സ്റ്റാൻഷിയേറ്റ് ഓർ എക്സ്പ്ലെയിൻ അബൌട്ട് ഇക്വനോക്സിസ്, സമ്മർ സോൾസ്റ്റിസ്, വിന്റർ സോൾസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. അപ്പോൾ അടുത്ത സെഷനിൽ നമ്മൾ അടുത്ത ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടും. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.